നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, ചില കാര്യങ്ങൾ അവർ സംസാരിച്ച് തുടങ്ങും. ആ സംസാരിച്ച് തുടങ്ങുന്നത് മുൻവിധിയിലാണ്. എന്നാൽ സംസാരിച്ച് ആ ചർച്ച പൂർത്തിയാവുമ്പോൾ ആദ്യം ആരെയാണോ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒരു ഉപയോഗവുമില്ല, ഞാനൊരു കാര്യത്തിനും പോയിട്ടില്ല, അവന്മാരൊന്നും ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ അവസാനം എത്തുമ്പോഴേക്കും ആകെ സഹായിച്ചിട്ടുള്ളത് ഈ ആദ്യം കൊള്ളില്ല എന്ന് പറഞ്ഞവരായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലെ കുടുംബ ചർച്ചകളിലൊക്കെ ഉണ്ടാകാറുള്ള കാര്യമാണ്. സംഗതി ചില മൂത്താപ്പ അല്ലെങ്കിൽ വല്യച്ഛൻ അയാൾ 10 പൈസ നമുക്ക് തന്നിട്ടില്ലെന്നൊക്കെ ആദ്യം പ്രഖ്യാപിക്കും. പിന്നെ ഓരോ സന്ദർഭങ്ങളും അവിടെ ഇരിക്കുന്ന ഒരാളെടുത്ത് ഉണർത്തി കൊടുക്കുമ്പോൾ അവസാനം അതുപോലൊരു മൂത്താപ്പായും വല്യച്ഛനും ഉണ്ടായിട്ടേയില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ഇത് കുടുംബ സദസ്സുകളുടെ കാര്യമാണ്. പക്ഷേ MP-യും കേന്ദ്രമന്ത്രിയും ഒക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാനൊക്കുമോ? എന്ന് മാത്രമല്ല, ആ പറഞ്ഞത് ആരോ അടുപ്പക്കാരായ ആളുകൾ വീഡിയോ പിടിച്ച് പുറത്തു വിടുകയും ചെയ്തു. എനിക്കത് കേട്ടപ്പോൾ കൗതുകം തോന്നി. സുരേഷ് ഗോപി സാറാണ് പറയുന്നത്, കേൾക്കാം. ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത് ഇതിനെ ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്നത് 1300 രൂപയാണ്. ഞാനിപ്പോ എന്റെ പറമ്പിലെ കാട് പറിക്കാൻ 2 ബംഗാളികളെ നിർത്തിയത് 1300 രൂപയാണ് കൊടുത്തത്. അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന് 100 രൂപ വേറെ വാടക. ഞാൻ അതുകൊണ്ട് കൈക്കോട്ടും കൊട്ടയും എല്ലാം. ആരായി പറയുന്നത്? സാക്ഷാൽ സുരേഷ് ഗോപി അണ്ണൻ. MP ആകുന്നതിന് മുമ്പ് കടയുടെ ഉദ്ഘാടനത്തിനും അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് പോലും പോകണമെങ്കിൽ പുള്ളി നേരിട്ട് വാങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാറ്റഗറിയിൽ വരുന്നവരെല്ലാം അതിന് കാശ് വാങ്ങുന്നവരാണ് ബംഗാളിയുടെ 1300 രൂപയെക്കുറിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, അവരെ എല്ലാം ഇവിടുന്ന് അടിച്ചോടിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. മണ്ണളക്കാനുള്ള സാധനം വരെ വാങ്ങിച്ചു. തിരുനെൽവേലിയിലെ എൻ്റെ അവിടുത്തെ ഭൂമിയിൽ ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ട്. പക്ഷെ ബംഗാളി രാവിലെ 7:30 പറഞ്ഞാൽ 7:30 അവൻ വേഷം ഇട്ട് പണിക്കിറങ്ങും. അവൻ കാപ്പി കുടിക്കുന്നത് 11 മണിക്ക്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് 3 മണിക്ക്. അത് കഴിഞ്ഞ് അവൻ 5 മണിയാവാതെ കയ്യും കാലും കഴുകത്തില്ല. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാര് വന്ന് കെഞ്ചുക, ഞങ്ങളുടെ മക്കള് കോളേജിലും സ്കൂളിലും പോയിട്ട് 3:30 മണിയാവുമ്പോൾ വരും, ഞങ്ങളെ ഒരു 3 മണിക്ക് ഇത് അവസാനിപ്പിച്ച് വീട്ടിൽ വിടും. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു 100 രൂപ ശമ്പളത്തിൽ കുറച്ചോട്ടെ. അത് പറ്റത്തില്ല. ആദ്യം ബംഗാളികളെ ഇവിടെ മാറ്റോ എന്ന് പറഞ്ഞാൽ ബംഗാളികളെ അടിച്ചോടിക്കണം എന്ന് പറഞ്ഞാണ് ഗോപിയണ്ണൻ തുടങ്ങിയത്. പക്ഷേ തീരുമ്പോൾ പറയുന്നത് എങ്ങനെ? അവന്മാരെ പോലെ പണി ചെയ്യുന്നവരാരുമില്ല, മലയാളികൾ കള്ളപ്പണിക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പം തുടങ്ങിയത് ഒരു സ്ഥലത്തുനിന്ന്, എത്തിയത് വേറൊരു സ്ഥലത്തുനിന്ന്. സത്യസന്ധമായി നമ്മളൊക്കെയും പല കാര്യങ്ങളെയും വിമർശിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങുന്നിടത്തല്ല, അത് നന്നായി മനസ്സിലാക്കുമ്പോൾ എത്തിച്ചേരുക. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.